ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ജിയ ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് വേളിയിലോട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചത് ഈ ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ വിശേഷങ്ങളും അവിടുത്തെ ഭംഗിയൊക്കെ കാണിക്കുന്നേക്കാൾ വൈ ഡോണ്ട് യു ഷോ അസ് ട്രിവാൻഡ്രം. അപ്പം ഞാനും വിചാരിച്ചു ശരിയാണ്, എനിക്ക് എൻ്റെ മണ്ണിലെ കാര്യമല്ലേ ഞാൻ ആദ്യം കാണിക്കേണ്ടത്. അതാണെങ്കിൽ ഞാൻ പോയിട്ടുമുണ്ട്, എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയുകയും ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. മറ്റേത് ഞാൻ അവിടെ പോകുന്നതിന് മുന്നേ റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തി അതിനെക്കുറിച്ച് പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. പോയി കഴിയുമ്പോഴായിരിക്കും ഞാൻ അറിയുന്നു നമ്മൾ ഈ പഠിച്ചു വെച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ അവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ട്രിവാൻഡ്രത്താണെങ്കിൽ എൻ്റെ മണ്ണിലെ കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റും. ഞാൻ കണ്ടതും ഞാൻ കേട്ടതുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും ഞാൻ കാണാത്തതായിട്ടും ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ ഡോണ്ട് വി സ്റ്റാർട്ട് ട്രിവാൻഡ്രം സീരീസ്. അപ്പോൾ ഞാൻ ഇനി ട്രിവാൻഡ്രം സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഫസ്റ്റ് പോകാൻ പോകുന്ന സ്ഥലം വേളിയാണ്. അപ്പോൾ നമ്മൾ വേളി ടൂറിസ്റ്റ് വില്ലേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊച്ചുവേളി റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പോകുന്ന വഴിക്ക് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയും. അവിടെ തന്നെ നമുക്ക് ബോട്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ട്. ആൻഡ് പോകുന്ന വഴിക്ക് തന്നെ റൈറ്റ് സൈഡിലുമാണ് ഈ ടൂറിസ്റ്റ് വില്ലേജ് വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുത്തു. ആൻഡ് ഇത് ആ വഴിയാണ്. ഇതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച് റൈറ്റ് സൈഡിലാണ് ടൂറിസ്റ്റ് വില്ലേജ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പാർക്കിംഗ് കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് പാർക്കിംഗ് വരുന്നത്. അപ്പൊ നമുക്ക് പാർക്കിംഗ് ചെയ്തിട്ട് വില്ലേജിലോട്ട് വരാം. ഇതാണ് പാർക്കിംഗ് സ്പേസ്. ഇവിടെ എനിക്ക് അതായത് റേറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 2 വീലേഴ്സ് 5 രൂപയാണ്, കാറ് 20 രൂപയാണ്, മിനി ബസ് 50, ബസ് 100, അങ്ങനെയൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടൂറിസ്റ്റ് വില്ലേജിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടൂറിസ്റ്റ് വില്ലേജിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം റൈറ്റ് സൈഡിൽ ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ട്. ആൻഡ് നമ്മൾ പോകുന്ന വഴി അവിടെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാര്യങ്ങളുണ്ട്, ടോയ്സിൻ്റെ ഒക്കെ കടകളുണ്ട്. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് ടൂറിസ്റ്റ് വില്ലേജ്. അതോ ആ സൈഡിൽ വന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെയാണ് എൻട്രൻസ് വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ടിക്കറ്റ് എടുക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്ത് കയറ്റുന്നത്. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് റേറ്റ്സ് വന്നിട്ട് അഡൽട്ട് 20 ആൻഡ് കിഡ്സ് 10, ക്യാമറ വന്നിട്ട് 250, പിന്നെ ബാക്കിയുള്ള വീഡിയോ ഷൂട്ടിംഗ് ക്യാമറകളൊക്കെ വേറെ. ഓക്കെ, അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോവാം. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അകത്ത് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പോൾ പാർക്ക് കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് മുന്നോട്ട് തന്നെ ഒരു മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് പാർക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ പാർക്കിൻ്റെ സൈഡിൽ കൂടെയാണ് മിനിയേച്ചർ ട്രെയിനിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ആൻഡ് റൈറ്റ് സൈഡിലാണ് ഈ മിനിയേച്ചർ ട്രെയിൻ പോകുന്ന വഴി. ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ബോട്ടിങ്ങിനും കാര്യങ്ങളും പിന്നെ ആ ലേക്ക് സൈഡിലോട്ടുള്ള വഴിയൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷനിൽ ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ പിന്നും ഒരു ഡീവിയേഷൻ കാണും. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ബോട്ടിങ്, ലേക്ക് ആ സൈഡിലോട്ട് പോവാം. ആൻഡ് റൈറ്റ് സൈഡിലോട്ട് തന്നെ മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കുഞ്ഞു ബോർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡ് ഫോളോ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേളിയുടെ മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷൻ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ ടിക്കറ്റ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എന്നൊക്കെ. അപ്പോൾ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ തന്നെ ഫില്ലായി തുടങ്ങുമായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. സോ ഫൈനലി നമ്മൾ ഇവിടെ മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. സോ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. ആൻഡ് ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടേഴ്സൊക്കെ ഓപ്പൺ ആണ്. സോ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ആദ്യം മിനിയേച്ചർ ട്രെയിനിൽ കയറാം, നമുക്ക് ടിക്കറ്റ് എടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് അഡൽട്ട് 50 ആൻഡ് കിഡ്സ് 30 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ റൈഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രെയിൻ വന്ന് കിടക്കുകയാണ്. അപ്പോൾ എവറി 15 മിനിറ്റ്സിന് ഇൻ്റർവെല്ലിലാണ് ഒരു ട്രെയിനിൻ്റെ റൈഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ടേൺ വരാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രെയിനിലൊക്കെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ലിറ്ററലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു മിനിയേച്ചർ ട്രെയിനിലൊന്ന് പോകാനായിട്ട്. കാരണം ഞാൻ ഈ ട്രെയിൻ ആദ്യമായിട്ട് കാണുന്നത് ഊട്ടിയിലാണ്. പക്ഷെ അന്ന് എന്തോ കാരണത്താൽ എനിക്ക് കയറാൻ പറ്റിയില്ല അവിടുത്തെ ട്രെയിനിൽ. ഓക്കെ, അപ്പം ആ ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം ഞാൻ ഇതിൽ തീർക്കാമെന്ന് അങ്ങ് തീരുമാനിച്ച്. ഓക്കെ, അപ്പം ട്രെയിൻ എടുത്തു. അപ്പോൾ ട്രെയിൻ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ലേക്ക് സൈഡിൽ കൂടെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ ഈ ലേക്ക് സൈഡിൽ കൂടെ പോകാനായിട്ട് നല്ല രസമുണ്ട്. ശരിക്കും എനിക്ക് നമ്മൾ ഈ ഒറിജിനൽ ട്രെയിനിൽ കയറുമ്പോൾ ഈ ലേക്ക് സൈഡിൽ അല്ലെങ്കിൽ കടൽ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും തോന്നുന്ന അതേ ഒരു ഫീലിംഗ് തന്നെയാണ് ഈ ടോയ് ട്രെയിനിൽ പോയപ്പോഴും എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ അത് നേരെ കാണുന്നതാണ് പാലം വരുന്നത്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പാലത്തിൻ്റെ അകത്തൂടെയാണ്. ഓക്കെ, ആ പാലത്തിൻ്റെ അടുത്ത് കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നത്. ആൻഡ് ലിറ്ററലി നമ്മൾ ശരിക്കും ട്രെയിനിലിരിക്കുമ്പോൾ പാലത്തിൽ കൂടെ പോകുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഈ പാലത്തിലൂടെ പോകുമ്പോഴത്തേക്കും. ബാക്കി ശരിക്കും നമ്മൾ ഈ വണ്ടിയിൽ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ടോയ് ട്രെയിൻ ആണെന്ന ഫീലിംഗ് തോന്നും. ബാക്കി വന്ന വഴികളൊക്കെ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത് ആ ഒരു ഹോണാണ് ഇഷ്ടപ്പെടാത്തത്. ശരിക്കും ഒരു പ്രത്യേക ഹോണ് തന്നെയായിരുന്നു, ട്രെയിനിന് പറ്റിയൊരു ഹോണല്ലായിരുന്നു. പക്ഷേ നമ്മൾ പാലത്തിൽ കൂടെ പോയപ്പോഴത്തേക്കും ലിറ്ററലി നമ്മൾ ഒറിജിനൽ ട്രെയിനിൽ കയറുമ്പോൾ ആ ഒരു പാലത്തിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു സൗണ്ടും നന്നായിട്ട് തന്നെ അത് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ബീച്ച് സൈഡിൽ കൂടെ ആയിരിക്കും പോകുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബീച്ച് സൈഡിലോട്ട് പോകുന്നില്ല. ഇത് ഒരു സൈഡിലൊരു പാർക്കിൻ്റെ ആ ഒരു സൈഡിലോട്ട് വണ്ടി ടേൺ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഒരു സ്റ്റേഷൻ പോലെയൊക്കെ അവർ കെട്ടിയിട്ടിട്ടുണ്ട്. ആൻഡ് അവിടെ സ്റ്റോപ്പൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി മുന്നോട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, അവരൊരു ടണൽ പോലെയൊക്കെ കെട്ടിയിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ട്രെയിനിൽ ഈ ഗുഹ ആ ടണലിൽ പോകുമ്പോഴത്തേക്കും ആ ഒരു ഡാർക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും കുട്ടികളുടെ ആ ഒരു കൂവലും അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചൈൽഡ്ഹുഡാണ് ഓർമ്മ വന്നത്. ട്രെയിൻ യാത്രയും ഈ ഗുഹ വരുന്ന സമയത്ത് ഈ കൂവി വിളിയും പേടിച്ചിരിക്കുകയും ഇതെപ്പോൾ തീരും എന്നുള്ള ആ ഒരു ഓർമ്മകളാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത്. അപ്പോൾ നമ്മൾ ഗുഹയിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ച് പോവാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കിൻ്റെ സൈഡ്. അപ്പോൾ ഇത് ചിൽഡ്രൻസ് പാർക്കല്ല, വലിയവർക്കൊക്കെ പറ്റിയ ഒരു പാർക്കാണിത്. അപ്പോൾ നമ്മൾ വേലിയൊക്കെ ഈ മിനിയേച്ചർ ട്രെയിനിൽ ചുറ്റി കറങ്ങിയിട്ട് തിരിച്ച് വന്ന വഴി തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി തന്നെ നമുക്ക് വേറെ ചിൽഡ്രൻസ് പാർക്ക് കൂടെ കാണാം. ഓക്കെ, ഇനി നമ്മൾ ഓൾമോസ്റ്റ് തിരിച്ചെത്താറായി. ഓക്കെ, അപ്പോൾ നമ്മുടെ വന്ന ആ സ്റ്റേഷനിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് തിരിച്ചെത്താറായി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുറക് സൈഡ് കൂടെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ടായിരിക്കാം നമ്മൾ തിരിച്ച് ആ സ്റ്റേഷനിലോട്ട് എത്തുന്നതെന്ന് തോന്നുന്നു.
ഓക്കെ, അപ്പം നമ്മൾ ഈ ശംഖിൻ്റെ സൈഡാണ് ഈ ട്രെയിൻ ഇപ്പോൾ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പം ഏതൊരു ട്രിവാൻഡ്രംകാരൻ്റെ മനസ്സിലും വേളി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഈ ശംഖാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ എന്തായാലും ഈ സൈഡിലോട്ടൊക്കെ ഒന്ന് വരാം. അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് എനിക്ക് ശംഖിൻ്റെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശരിക്കും ഈ ശംഖിനെ കാണാൻ നല്ലൊരു ഒറിജിനാലിറ്റി ഫീലിംഗ് ആണ്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒറിജിനലായിട്ട് തോന്നിപ്പോകും നമുക്ക്. സോ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റേഷനിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ടോയ് ട്രെയിനിൽ. ഉറപ്പായിട്ടും വേളി വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു ടോയ് ട്രെയിനിൽ ഒരു റൈഡ് എന്തായാലും ചെയ്തിരിക്കണം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ തന്നെ ഈ ഒരു റൈഡ് ആസ്വദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി തിരിച്ചിറങ്ങാം. ആൻഡ് ഈ നമ്മൾ ട്രെയിനിൽ കൂടെ കണ്ട കുറേ പ്ലേസസൊക്കെ നമുക്ക് ഇനി പോയി ചെന്ന് കാണാം. വരുന്ന വഴിക്ക് തന്നെ ഈ ട്രെയിൻ ഇത്രയും കറങ്ങി ഇങ്ങനെ വരുന്ന വഴിക്ക് തന്നെ ഞാൻ അവിടെ ഈ ശംഖ് അങ്ങനത്തെ ഒരു ചെറിയ സംഭവങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ആ പാർക്കിലോട്ട് പോകാം. അത് ഇൻ ബിറ്റ്വീൻ ഒരുപാട് റിഫ്രഷ്മെൻറ്റ്സിനുള്ള സിനിമ ബൂത്തുകളൊക്കെ ഉണ്ട്. ഞാൻ വരുന്ന വഴിക്ക് അവിടെ ഒരു കുളം കണ്ടായിരുന്നു. ഈ കുളത്തിൻ്റെ നടുക്കാണ് ഈ ശംഖൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കുളത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ശംഖും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഇവിടെ വന്നപ്പോഴാണ് ഇത് ആമക്കുളമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിറച്ച് ആമകളുണ്ട് ഇവിടെ. ഫസ്റ്റ് ഐ തോട്ട് മറ്റേ കുളക്കോഴി ആ സംഭവമായിരിക്കുന്നു. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ആമകളെ കണ്ടത്. അപ്പോൾ ഇവിടെ ആമകളൊക്കെ നമുക്ക് പോസ്റ്റൊക്കെ ചെയ്തു തരും. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും വലിയ ശല്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന ഈ പുല്ല് കണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ അതിനെ ഒരു പെൺകുട്ടി കിടക്കുന്ന ആകൃതിയിലാണ് ഇതിനെ ട്രിമ്മൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ബീച്ചിലോട്ട് പോകാം. അപ്പോൾ ബീച്ചിലോട്ട് പോകുന്ന വഴി ലേക്ക് സൈഡിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ മുന്നത്തെ പണ്ടൊക്കെ ഈ നല്ല മഴ വരുന്ന സമയത്ത് ഈ കടലും കായലും കൂടെ യോജിക്കുമായിരുന്നു. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ ലേക്ക് സൈഡിൽ കൂടെ നടന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയിട്ടാണ് നമ്മൾ ബീച്ചിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ ട്രാക്ക് കടന്നാണ് നമ്മൾ ഈ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ കാണുന്ന സ്ഥലത്താണ് ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണത്. അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് ടിക്കറ്റ്സ് എടുത്തിട്ട് ബോട്ടിങ്ങിലോട്ട് പോകാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഐസ്ക്രീം കൗണ്ടേഴ്സും സ്നാക്സ് കൗണ്ടേഴ്സും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഈ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആ സ്ഥലത്ത് പോയി ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇവിടെയാണ് ബോട്ടിങ്. ഓക്കെ, ഇനി നമുക്ക് ബീച്ചിലോട്ട് പോകാം. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ട്രെയിനിൽ കൂടെ വന്ന വഴികളാണിതെല്ലാം. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഈ ട്രെയിൻ ട്രാക്സും കാര്യങ്ങളൊക്കെ കാണാം, മറ്റേ സൈഡിൽ നമുക്ക് ലേക്ക് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ട്രെയിനിൽ പോകുന്ന ടൈമിൽ കാണിച്ച ആൾ ചിൽഡ്രൻസ് പാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങ് കടലിൻ്റെ ആ സൈഡിലോട്ട് നടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഈ പടിയൊക്കെ കൂടെ ഇറങ്ങിയിട്ട് നമ്മളിവിടെ കുറച്ച് നേരം ലേക്കിൻ്റെ സൈഡിൽ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു.
വലിയ വെയിലൊന്നുമില്ല, സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ട് അങ്ങനെ വെയിലൊന്നുമില്ല. ചെറിയൊരു തണുത്ത കാറ്റൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് പടികളൊക്കെ കെട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതുവഴി കൂടെ നമുക്ക് നടന്ന് അതുകൊണ്ട് ആ സൈഡിലോട്ട് പോകും. അപ്പോൾ ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബീച്ചിലോട്ട് പോകാമെന്ന് വെച്ചാൽ നല്ല കാറ്റ്, തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. എന്തായാലും എനിക്കിവിടെ കുറച്ച് നേരം ഇരിക്കണമെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് അങ്ങ് ദൂരത്ത് നമുക്ക് കടലും കായലും ഒന്നിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ബീച്ചിൻ്റെ സൈഡിലോട്ട് പോയി നോക്കാം. എപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് അവിടെ ഇങ്ങനെ ഒന്നിക്കുന്നെന്നുള്ളത്. ഞാൻ ഷോറല്ലായിരുന്നു നേരത്തെ, അപ്പോൾ നല്ല ചെറുതിലേ കണ്ട ഒരു ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി ഞാൻ കാണിച്ചു തരാം അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബീച്ചിലോട്ട് പോകാം. ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത്. അത് ബീച്ചിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ പാർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ട്. പേര് ഫ്ലോട്ടില്ല എന്നാണ്. ഞാനിതുവരെ കയറി നോക്കിയിട്ടില്ല. ഇപ്പോൾ എന്തായാലും ടൈമില്ല. കയറി കഴിഞ്ഞാൽ കുറച്ച് ടൈം പോകും. അപ്പോൾ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കാണിക്കാൻ പറ്റത്തില്ല. തിരിച്ച് വരുന്ന വഴി ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് പോകും. അപ്പോൾ ഇതാണ് ഗൈസ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അപ്പോൾ ആ കണ്ട പാലത്തിലൂടെയാണ് നമ്മൾ ട്രെയിനിൽ വന്നത്. ഇവിടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കായലിൻ്റെ ഈ ഒരു സൈഡ് തീരെ ഇല്ലാത്തൊരു സൈഡാണ്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ഇറ്റ് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞ അപ്പർ സൈഡിലോട്ടാണ് ബീച്ച് വരുന്നത്. അതിന് അങ്ങ് ദൂരെയാണ് ആ കടലും കായലും കൂടെ ഒന്നിക്കുന്ന ആ സീൻ കാണുന്നത്. കുറച്ചുകൂടെ ഞാൻ അങ്ങ് അടുത്ത് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ നേരെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ആ സൈഡിലോട്ട് എത്തി. അപ്പോൾ ഈ വഴിയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ ഒരു കറങ്ങുന്ന ഒരു ഗേറ്റ് ഉണ്ട്. എനിക്ക് ഈ ഗേറ്റാണെങ്കിൽ ഇഷ്ടമേ അല്ല, കാരണം മിക്കപ്പോഴും വന്ന് ഇടിക്കാറാണ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനലി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയിരിക്കുകയാണ്. ശരിക്കും ഈ ബ്രിഡ്ജിലൂടെ നടക്കുമ്പോഴത്തേക്കും ഓൾറെഡി തന്നെ പേര് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നാണ്, എന്നാലും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നൊരു ഫീലിംഗ് ആണ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ. ഈ ഒരു പാലത്തിൽ കൂടെയാണ് നമ്മളെ ട്രെയിൻ ട്രാക്ക് വരുന്നത്. അപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്നുണ്ട്. ഞാൻ നേരത്തെ വന്ന ടൈമിൽ ഇവിടെ ഭയങ്കര ഇടിയും തള്ളുമൊക്കെ ആയിരുന്നു. അവിടെ എന്തോ മേള എന്തോ നടക്കുമായിരുന്നു ആ സമയത്ത് ഈ ബീച്ചിൻ്റെ സൈഡിൽ. ആൻഡ് അപ്പോൾ ഒരു പ്രഷറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ ഇവിടെ. നമ്മൾ വെയിറ്റ് കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് കൊടുത്തില്ല ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൊണ്ട് അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വർക്കിംഗ് അല്ല എന്നാണ് തോന്നി. ഇപ്പോൾ അതവിടെ ഉണ്ടെന്ന് പോലും തോന്നില്ല. ഓക്കെ, എനർജി ഓപ്പറേറ്റർ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വരുമ്പോൾ അതുവഴി കൂടെ പാസ് ചെയ്തിട്ട് അത് നമ്മൾ വെയിറ്റ് കൊടുക്കുമ്പോൾ എന്നും എനർജി ജനറേറ്റ് ആവുന്ന ഒരു കാര്യമായിരുന്നു അതിൽ. എനിക്ക് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബീച്ചിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഐസ്ക്രീം പാർലേഴ്സ്, ചായ തട്ടുകടയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കോർണർ A, B, D ഒന്നും ഓപ്പൺ അല്ല. ആൻഡ് ആ B അവിടെ ഓപ്പണാന്ന് തോന്നുന്നു കേട്ടോ. ചായ വട ആ ഒരു സൈഡിൽ ഓപ്പണാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് പാർക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണത്. നമുക്ക് ഇനി മുന്നോട്ട് പോവാം. മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ബീച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കായൽ ഓൾമോസ്റ്റ് എൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കാണുന്ന സ്പോട്ടല്ല, ആ കാണുന്ന അവിടെയാണ് കടലും കായലും കൂടെ ഒന്നിക്കുന്ന ആ ഒരു സ്ഥലം വന്നിട്ട് സെയിം നമ്മുടെ കാപ്പിൽ ബീച്ച് പോലെ തന്നെയാണ്. ഇവിടെ
കുറച്ച് ആൾക്കാരൊക്കെ ഹോഴ്സ് റൈഡിങ്ങിന് കയറാൻ നിൽക്കുകയാണ്. ഞാൻ ആദ്യം വന്നപ്പോൾ 2 ഹോഴ്സ് ഉണ്ടായിരുന്നു, 3 ഹോഴ്സസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ബീച്ചിലോട്ട് പോകാം. ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ടോയ്സിൻ്റെ സ്റ്റോളുകൾ മാത്രമാണ് തുറന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ ഐസ്ക്രീം സ്റ്റോളൊക്കെ ഉണ്ട്. ഇന്ന് കടകളൊന്നും വലുതായിട്ട് അങ്ങനെ തുറന്നിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്. മറ്റേ റിങ്ങൊക്കെ എറിയുന്ന ഗെയിംസുകളാണ് ഉള്ളത്. അങ്ങനെ 3 ഗെയിം പാർക്കുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചായക്കടയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലോട്ടുള്ള കടകളൊക്കെ അടച്ചിരിക്കുകയാണ്. അല്ല, നമ്മൾ വന്ന വഴിക്ക് കുറേ കടകൾ അടച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഫ്രണ്ടിൽ ബീച്ചിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും കടകളെല്ലാം ഓപ്പണാണ്. ആദ്യമൊന്നും കടൽ ഇത്രയും അടുത്ത് എത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ കടൽ ഏകദേശം അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മഞ്ഞ കാപ്പിൽ കെട്ടിയിരിക്കുന്ന കണക്ക് ഒരു മഞ്ഞ ടയർ ഇവിടെയും കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഗൈസ്, നമ്മൾ ബീച്ച് സൈഡിലോട്ട് പോവാണ്. അപ്പോൾ ബീച്ച് സൈഡ് പോകുന്ന വഴിക്ക് തന്നെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് പോകുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയ ഒരു തട്ടുകടയുണ്ട്. അപ്പം എനിക്ക് അത് ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ ലാട്രിൻ സർവീസസും ഉണ്ട്. അപ്പം പേ ആൻഡ് യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ബീച്ചിലോട്ട് ഇറങ്ങുന്ന ആ ഒരു സൈഡ് വരുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ വേലി സൈഡിലോട്ട് ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഇവിടെയും റെസ്ട്രിക്റ്റഡ് ആയി കഴിഞ്ഞു. മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കടൽ നല്ല ഫ്രണ്ടിലോട്ട് കയറി. അപ്പോൾ ഒരു സേഫ്റ്റി മെഷറിന് വേണ്ടിയിട്ട് ഇവിടെയും കടലിലോട്ട് ഇറങ്ങുന്നത് അങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്തു. പക്ഷേ നേരത്തെ ഒരു മഞ്ഞ ഒരു കയറ് കെട്ടിയിരിക്കുന്ന കണ്ടപ്പം ഞാൻ വിചാരിച്ചു മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. കാരണം ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് നോക്കുമ്പോൾ ആൾക്കാർ കടലിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വെട്ടുകാട് സൈഡായിരിക്കണം. അപ്പോൾ അവിടെ കടലിൽ ഇറക്കുന്നുണ്ടായിരുന്നു, പക്ഷേ വേലി സൈഡിൽ കടലിൽ ഇറക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഇനി സൈഡുള്ള സ്റ്റോൾസിലൊക്കെ കയറി ചെറിയ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. പൊതുവെ ബീച്ചിൽ കോളിഫ്ലവർ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുളക് ബജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഭയങ്കര ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് 6 എന്നവർ പറഞ്ഞു വെച്ചാൽ കടയൊക്കെ ക്ലോസ് ആയിരിക്കുന്നതെന്ന് പറയുമ്പോൾ വർഷത്തിൽ 3 മാസം കടൽ നല്ല അകത്തോട്ട് കയറുമെന്നാണ് ഉള്ളിലോട്ട് വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കടകളൊന്നും എല്ലാം ഓപ്പൺ അല്ലാത്തത്. കുറച്ച് കടകൾ മാത്രം ഓപ്പൺ ആയിരിക്കുന്നത്. ആൻഡ് ഈ മാസം അടുത്ത മാസം 26-ാം തീയതി ആ ടൈമൊക്കെ ആകുമ്പോൾ തിരിച്ച് കടൽ ഇറങ്ങുമെന്നാണ് അവർ ചേച്ചി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പാർക്കിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് പാർക്ക്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് നമ്മൾ ബോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഒരു പാർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ആ പാർക്ക്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ വരുന്നത് വഴി അതാണ് ഫസ്റ്റ് സ്റ്റേഷൻ വന്നിട്ട് ആദ്യം കാണിക്കുന്ന സ്റ്റേഷൻ അതാണ്. ആൻഡ് അവിടെ നിന്ന് കറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴാണ് ആ ഗുഹയുടെ സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ
നമ്മൾ ഇത് നമ്മൾ നേരത്തെ കണ്ടത് ചിൽഡ്രൻസ് പാർക്കാണ്. ഇത് കുറച്ചുകൂടെ നമ്മളെ പോലെയുള്ള വലിയ ആൾക്കാർക്കൊക്കെ പറ്റിയ പാർക്കാണ്. വലിയ ഊഞ്ഞാലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്താണ് പോകുന്ന പാസേജ് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്, അവിടെ ഇരിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബഞ്ചസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് റെസ്റ്റൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് മുകളിലോട്ട് പോകാം. ഇവിടെ പൊതുവെ കുട്ടികൾ റീൽസ് എടുക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഓൾറെഡി ഒരു റീലിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി പോയി കുട്ടികൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് നമുക്ക് ആ വഴി പോകാം. അപ്പോൾ ട്രെയിൻ ഇതുവഴി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഹോണൊക്കെ അടിച്ച് വരുന്നുണ്ട്. നമ്മൾ ആദ്യം വന്നപ്പോൾ ഈ പാസേജ് കൂടെ പോയി അപ്പുറത്തെ പാസേജ് വഴിയെ പോയത്. ഇപ്പോൾ അവർ റൂട്ട് മാറ്റി വിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ട് ആക്ച്വലി ഫോട്ടോഷൂട്ട്സിനൊക്കെ എടുക്കാൻ നല്ലൊരു സ്ഥലമാണിത്. ഞാൻ കയറി വരുന്ന വഴിക്ക് തന്നെ നമ്മൾ ബേബി ഫോട്ടോഷൂട്ട്സ് ഉണ്ടായിരുന്നു, സേവ് ദ ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ട്രെയിനിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതുകൊണ്ട് ഇപ്പം എല്ലാം അവരെല്ലാം തിരിച്ച് താഴോട്ട് ആ റെയിൽ പാളത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോഷൂട്ട്സ് എടുക്കാൻ പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ആ സൈഡ് അവിടെ ഒരു റെയിൽ പാളം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഗുഹ വരുന്നത് ആ സൈഡിൽ എവിടെയാണ്. അത് പാസ് ചെയ്താണ് ട്രെയിൻ പോകുന്നത്. ഇവിടെ തന്നെ നമുക്ക് പുല്ലുകളും കാര്യങ്ങളൊക്കെ ഇരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ അവിടെയും ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനായിട്ട്. നമ്മൾ പാർക്കൊക്കെ നമ്മൾ ചുറ്റി കറങ്ങിയതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ആൻഡ് നമ്മൾ പോകുന്ന വഴി പറ്റുമെങ്കിൽ നമുക്ക് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. അറിയില്ല ഇപ്പോൾ സമയത്ത് ക്ലോസ്ഡ് ആയോ എന്നുള്ളത് അറിയില്ല. പോകുന്ന വഴിക്ക് നോക്കാം. ഈവനിങ് ടൈമൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല രസമുണ്ട്. ഒന്ന് വെയിലില്ല എന്നുള്ളതാണ് മെയിൻ ഫാക്ടർ. മഴയും ഇല്ല, ചെറിയൊരു അത് സൂര്യൻ അസ്തമിച്ച് വരുന്ന ഒരു ടൈം. ഞാനിവിടെ വന്നത് 3-3:30 ആ ടൈമിലാണ് ഞാൻ വരുന്നത്. അപ്പം ഈ വലിയ ഹെവി വെയിലുകൾ കൊണ്ട് നടക്കാൻ വയ്യാത്തൊരവസ്ഥയും അല്ല. എന്നാൽ ഇന്ന് എന്തോ ദൈവം കടാക്ഷിച്ച് മഴയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ വെയിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ആകെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, കടൽ കയറാൻ പറ്റും. കടലിലൊന്ന് കാല് പോലും നനയ്ക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ടാണ് അത്. നമ്മൾ അവിടെ നിന്ന് സാധനം മേടിച്ച ചേച്ചി പറഞ്ഞായിരുന്നു അടുത്ത മാസം ഒരു 25 ആ ഒരു ടൈമൊക്കെ അടുപ്പിച്ച് ചിലപ്പോൾ കടൽ തിരിച്ച് താഴോട്ട് ഇറങ്ങുന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വന്ന ആ ഒരു എന്താ പറയുക, ഈ ട്രെയിൻ വന്ന ആ ഒരു പാലമാണിത്. അതായത് കറക്റ്റ് ഒരു നമ്മൾ ഈ ആക്ച്വൽ ട്രെയിൻ പോകുന്നൊരു ബ്രിഡ്ജ്, ആ ഒരു കറക്റ്റ് ആ സംഭവം തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുമ്പോഴത്തേക്കും കറക്റ്റ് ട്രെയിൻ വഴി കൂടെ പാലം ഇറങ്ങുന്ന ഫീലിംഗ് തന്നെയാണ് നമുക്ക്. ആൻഡ് ഇവിടെ നീ റെയിൽ പാളമൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വഴി വന്ന സ്ഥലത്തോട്ട് തന്നെ പോകുന്നത്. അപ്പം അതാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ അത് ഓപ്പൺ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വലിയ ആൾത്തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ആട്ടമൊന്നും ഇല്ല. അപ്പം ചെറിയ രീതിയിലൂടെ ആടി നിൽക്കാനായിട്ട് നല്ല രസമുണ്ട്. ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കാനായിട്ട് നല്ല രസമാണ്. സൂര്യനൊക്കെ ഒന്ന് അസ്തമിച്ച് വരുന്നുണ്ട്. ആൻഡ് ഒരു നല്ല തണുത്ത കാറ്റും ആൻഡ് ഒരു അടിപൊളി ഈവനിങ് വൈബ് തന്നെയാണ് ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിന് മുന്നിലാണ്. അപ്പോൾ പേര് വന്നിട്ട് ഫ്ലോട്ടീല എന്നാണ്. അപ്പോൾ അതിൻ്റെ താഴെ സാൻഡ്വിച്ച് ബർഗർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. അപ്പം ഞങ്ങൾ ഫൈനലി ഫ്ലോട്ടീലയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസാണ്.
ഒരു വൈകുന്നേര സമയത്ത് ഇവിടെ വന്നിരുന്ന് ഒരു നൈറ്റ് വൈബിലൊക്കെ ഇരുന്നിട്ട് മിൽക്ക് ഷേക്ക് സാൻഡ്വിച്ച് അതൊക്കെ കഴിക്കാൻ നല്ലൊരു പ്ലേസ് ആണിത് വേളിയിൽ. ആൻഡ് ഞാൻ ഇന്ന് ഓർഡർ ചെയ്തത് ഒരു പിസ്ത ഷേക്കും ഒരു ചോക്ലേറ്റ് ഷേക്കും. ഫസ്റ്റ് ചോക്ലേറ്റ് ഷേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെ കൊള്ളാം, അങ്ങനെ വലിയ അങ്ങനെ എക്സ്ട്രാ വേഗൻസ് ആയിട്ടില്ല, നോർമൽ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷേക്ക് തന്നെയാണിത്. ഓക്കെ, ഇനി നമുക്ക് പിസ്ത ഷേക്ക് വരുമ്പോൾ അതും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ കട്ടെടുത്തതാണ്. ഇനി എൻ്റെ പിസ്ത ഷേക്ക് വരുമ്പോഴത്തേക്കായിരിക്കും അത് ആക്ച്വൽ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം എൻ്റെ പിസ്ത ഷേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പിസ്ത ഷേക്ക് കുറിച്ച് നോക്കാം. അപ്പോൾ പിസ്തയും അടിപൊളി ചോക്ലേറ്റ് ആണ്, പക്ഷെ എനിക്ക് കിട്ടത്തില്ല. അതാണ് പിസ്ത ഷേക്ക് കൂടുതൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെയാണ്, പക്ഷെ ഞാൻ മേടിച്ചതിൽ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് ചോക്ലേറ്റ് ഷേക്ക് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാനത് ഫുൾ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിന് പുറത്തോട്ടുള്ള വ്യൂ. അടിപൊളി ഒരു വ്യൂ ആണ്. അപ്പോൾ ഇരുട്ടിയൊക്കെ വരുന്നുണ്ട്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കുഞ്ഞു കുഞ്ഞു ഗ്രീൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫ്ലോട്ടിയിലേന്ന് ഇറങ്ങി. അപ്പോൾ ഷേക്സൊക്കെ അത്യാവശ്യം തിരക്കിയതില്ലാത്തതായിരുന്നു. ആൻഡ് റേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് നോർമൽ റേഞ്ചാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്പം ലേക്കിൻ്റെ നടുക്ക് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര റേറ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നോർമൽ റേഞ്ച് ആയിരുന്നു. ബട്ട് അവിടെ ആ ഒരു ടൈം ഇരിക്കാനും എന്തുവാണ് ആ ഒരു നൈറ്റ് വൈബ് ചില്ലിങ്ങൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ശരി, നമുക്കിനി തിരിച്ച് നമ്മൾ പോവാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ടൂറിസ്റ്റ് വില്ലേജിൽ കാണാനുള്ളത്. എനിക്കൊന്ന് വലിയവരെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ബ്രീഫ്ലി നമ്മൾ ഈ ടൂറിസ്റ്റ് വില്ലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ മിനിയേച്ചർ ട്രെയിന്, പിന്നെ ബോട്ടിംഗ് സർവീസസ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, പിന്നെ ബീച്ച്, കുഞ്ഞു കുഞ്ഞു കടകൾ, ഹോഴ്സ് റൈഡിങ്, പാർക്സ്, ഇതൊക്കെയാണ് ഈ ഒരു ടൂറിസ്റ്റ് വില്ലേജിലുള്ളത്. വലിയവരെക്കാൾ കൂടുതൽ കുട്ടികൾക്കായിരിക്കും ഇത് ഏറ്റവും ഇഷ്ടപ്പെടുക. വലിയവരും ഇഷ്ടപ്പെടുന്നവരുണ്ടില്ല എന്നല്ല, പക്ഷെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സെൻ്ററാണിത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടുത്തെ ഫ്ലോട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് 2 ഷേക്സ് മേടിച്ചായിരുന്നു. അപ്പം നോർമൽ റേഞ്ചാണ് റേറ്റ് വരുന്നത്. ഇൻ ടേസ്റ്റും ഭയങ്കര അങ്ങ് എക്സ്ട്രാ വേഗൻസ് അങ്ങനെ ഒരു ടൈപ്പല്ല, നോർമൽ ഒരു ടൈപ്പാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. ഓക്കെ, നമ്മുടെ ബിസി ആയിട്ടുള്ള സ്കെഡ്യൂൾസിൻ്റെ ഇടയിൽ ഫാമിലി ആയിട്ടും പാർട്ട്ണറായിട്ടും കുട്ടികളായിട്ടും വരാൻ പറ്റിയൊരു അടിപൊളി ഒരു പ്ലേസ് തന്നെയാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രിവാൻഡ്രത്തിൽ എനിക്കൊന്നൊരു 80% ആൾക്കാർ ഉറപ്പായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ ബാക്കി കാണാത്തൊരു 20% ഉറപ്പായിട്ട് ഇവിടെ വരിക, കാണുക. വലിയ റേറ്റ്സ് ഒന്നുമില്ല, 20 റുപ്പീസേ ഉള്ളൂ ഒരാളുടെ എൻട്രി ഫീ എന്ന് പറയുന്നത്. ആൻഡ് വലിയതായിട്ട് നിങ്ങൾക്ക് ചിലവാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു ഈവനിങ് ടൈമോ ഒരു മോർണിംഗ് ടൈമോ വന്ന് നിങ്ങൾ ഫാമിലി ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ഉറപ്പായി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ എന്നും പറയുന്ന കണക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.